അസ്സലാമു അലൈക്കും, നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഹുദാദാത്ത് മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കിയപ്പോൾ പൊട്ടിക്കാനായിട്ടുണ്ട്. ഹുദാദാത്ത് മാങ്ങ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പഴുത്തിട്ടുണ്ട് സംഭവം, നല്ല സ്മെല്ലാണ്, അത്യാവശ്യം സൈസുണ്ട്. കുറേ പൂവിട്ടെങ്കിലും കൂടിയിട്ടും ഒരു മാങ്ങയാണ് പിടിച്ചത്. ഇപ്പോൾ വീണ്ടും പൂവിട്ട് വരുന്നുണ്ട്. അതൊരു ഓൾ സീസണൊന്നുമല്ല, പക്ഷെ ഇതെന്താ അറിയില്ല, രണ്ടാമത് പൂവിട്ട് വരുന്നുണ്ട്. ഇതാണ് ഹുദാദാത്ത് മാങ്ങ. ഏകദേശം 680 ഗ്രാം, അരക്കിലോൻ്റെ മേലെ ഉണ്ട് മാങ്ങ. ഇപ്പോൾ പഴുത്തിട്ടുണ്ട്. ഞാൻ മൂക്കണിൽ ഏകദേശം ആയപ്പോൾ പൊട്ടിച്ചേരാം, കാരണം ഒറ്റ മാങ്ങയല്ല ഉണ്ടായത്. ഞാൻ നഷ്ടപ്പെട്ടു പോകണ്ടെന്നുള്ളത്. നമ്മൾ മറ്റുള്ള മാങ്ങകളൊന്നും ആയിട്ടില്ല. ഇത് നമ്മുടെ ചിന്നരസാലുമാണ്. പിന്നെ അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. നല്ല കളറാണ് കാണുന്നത്. നേർപകുതിയാണ് ഇപ്പോൾ, പണ്ടി ചെറുതാണ്. എൻ്റെ നല്ല കളറുള്ള മാങ്ങയാണ്, ജ്യൂസിയാണ്. ജ്യൂസ് അടിക്കാൻ ഏറ്റവും പറ്റിയ നല്ലൊരു മാങ്ങ തന്നെയാണിത്. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ജ്യൂസ് ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. അടിപൊളി കളറ്, അടിപൊളി സ്ട്രക്ചർ. ഇനി അത് എൻ്റെ ടേസ്റ്റും കൂടെ കയ്യിൽ കണ്ട് പോകുന്നു കേട്ടോ. ചെറിയ പുളിയോട് കൂടിയിട്ടുള്ള മധുരം, ചെറിയ പുളിയല്ല, അത്യാവശ്യം ഒരു ചെറിയ പുളി മധുരം. മധുരം ഉണ്ട് താനും, നല്ല പുളി ഉണ്ട് താനും. മൂത്തിട്ടില്ലായിരുന്നോ? അപ്പോൾ ഇതൊക്കെ കഴിച്ച് ശീലമുള്ള ഒരുപാട് പേരുണ്ടാവും. ഹുദാദാത്ത് മാങ്ങൻ്റെ അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇത് ഇങ്ങനെ തന്നെയാണോ. കാരണം ഞാനത് എനിക്ക് ആദ്യമായിട്ട് ഉണ്ടായതാണ്, ആദ്യമായിട്ട് കഴിച്ചതാണ്. മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങി കഴിച്ചിട്ടുണ്ട്, അതൊക്കെ മൂക്കാതെ വരുന്ന മാങ്ങകളാണ്. എന്തായാലും ഒരു മാങ്ങ ഉണ്ടെങ്കിൽ 3-4 ആൾക്കാർക്ക് തിന്നാം. ഒരു രക്ഷയില്ലാത്ത ഫ്ലഷാണ്. ഫൈബർ ചെറിയ രൂപത്തിലുണ്ട്, തീരെ ഇല്ല. പക്ഷെ ഈ സൈഡ് തന്നെ മധുരം, ഈ സൈഡ് കുഴപ്പമില്ല. ഒരു സൈഡ് മധുരം, ഒരു സൈഡ് മധുരം. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ വീട്ടിൽ വെക്കണ്ട. അതിൻ്റെ വലുപ്പും അതിൻ്റെ പ്ലാന്റൊക്കെ കാണാൻ. അപ്പോൾ ഇതിൻ്റെ വലിയ വലിയ പ്ലാന്റുകളൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, തിന്നാൻ മടുക്കൂല. നമ്മൾ മറ്റുള്ള മാങ്ങനായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു 100-ൽ ഒരു 75-80 നമുക്ക് കൊടുക്കാം. അത്രേ ഉള്ളൂ. പക്ഷെ നമ്മളൊരു ഇന്ത്യൻ മാങ്ങ, വലിയ മാങ്ങ എന്നുള്ള നിലക്ക് നമുക്കൊരു വീട്ടിൽ വെക്കാവുന്ന ഒരു മാങ്ങ തന്നെയാണ്. കാരണം 1-2 വെക്കുന്നവർക്കല്ല, ഒരു 5-10 മാങ്ങൊക്കെ 15 മാങ്ങൊക്കെ വീട്ടിൽ വെക്കുന്നവർക്ക് കളക്ഷനിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു മാങ്ങ തന്നെയാണ് ഹുദാദാത്ത് മാങ്ങ. ഇനി നമുക്ക് പ്ലാന്റുകൾ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ നമ്മുടെ അടുത്തുള്ള പ്ലാന്റുകൾ. ചെറിയ പ്ലാന്റുകളൊക്കെ കഴിഞ്ഞു. ഇതിൽ വലിയ പ്ലാന്റുകളേ ഉള്ളൂ. അടുത്ത ആഴ്ച ചിലപ്പോൾ കുറച്ച് ചെറിയ പ്ലാന്റുകളൂടെ വരാനുണ്ട്. ഇതൊക്കെ ഏകദേശം ഒരു 4 വർഷം 3 വർഷമൊക്കെ കഴിഞ്ഞ പ്ലാന്റുകളാണ്. അത് നമ്മൾ ഡ്രമ്മിലേക്കോ ചട്ടിയിലേക്കോ താഴത്തേക്കോ വെക്കുകയാണെങ്കിൽ അടുത്ത സീസൺ മുതൽ മാങ്ങ ഉണ്ടാവാൻ പ്രായമായ അതിൻ്റെ കടവണ്ണ നിങ്ങൾക്ക് കണ്ടറിയാം. അത്യാവശ്യം മെച്ചൂറായ പ്ലാന്റുകളാണ്. അപ്പോൾ ജസ്റ്റ് വലിയ എൻ്റെ അടുത്തുള്ള അധിക പ്ലാന്റുകളും വലുതാണ്, ഇവിടെ വന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ പ്ലാന്റുകൾ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും ഗാർഡൻ്റെ മറ്റു മാങ്ങകളുടെ റിവ്യൂ ഒക്കെ ആയിട്ട് വരുന്നത് വരെ ബായ്. അബ്ദുറസാഖ്, തിരൂർ.